നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനും ശബരിമല അയ്യപ്പന്റെ സ്വർണം കെട്ട കേസിൽ സംസ്ഥാന ഭരണം കൈയാളുന്ന നേതാക്കന്മാർക്കും ശേഷം ഒരു രാഷ്ട്രീയ ചാണക്യൻ കൂടി വിവാദത്തിൽപ്പെടുകയാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന ബി.ജെ.പി. രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന നേതാവാണ് ഒടുവിൽ ഭൂമി കുംഭകോണ കേസിൽ ചീട്ടുകീറി വോട്ട് നഷ്ടപ്പെട്ട് നാറി വെളുത്ത് മാറി നിൽക്കേണ്ടി വരുന്നത്. കേരള രാഷ്ട്രീയം മുഴുവൻ രാഷ്ട്രീയ ഭേദമന്യേ അഴിമതിക്കാരെ കൊണ്ടും പണം വിഴുങ്ങുകളെ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന കുത്തക മുതലാളിക്ക് മുന്നിൽ ബി.ജെ.പി. തങ്ങളുടെ കേരള രാഷ്ട്രീയത്തിന്റെ താക്കോൽ കൂട്ടം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കേരളത്തിൽ താമരപ്പൂക്കൾ നിറയെ വിരിയിക്കാനുള്ള കെൽപ്പുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസമായിരുന്നു. എന്നാൽ കേരളത്തിലെ ബി.ജെ.പി. പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പകലെന്നും രാത്രിയെന്നും മഴയെന്നും വെയിലൊന്നും ഇല്ലാതെ പ്രസംഗിച്ച ശോഭാ സുരേന്ദ്രനെയും കെ സുരേന്ദ്രനെയും അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരെ തഴഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്നൊരു വരത്തനെ തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനാക്കി ബി.ജെ.പി. പ്രസ്ഥാനം പൂർണ്ണമായും കൈയിലേക്ക് വച്ചുകൊടുത്തപ്പോൾ തന്നെ കേരളത്തിലെ ബി.ജെ.പിക്കുള്ളിൽ മുറുമുറുപ്പ് ശക്തമായി. അതിനു പിന്നാലെ മുരളീധരന്റെയും സുരേന്ദ്രന്റെയും ഇഷ്ടക്കാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് തന്റെ അനുയായികളെ പാർട്ടിയുടെ പല ഭാഗങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ പ്രതിഷ്ഠിച്ചത് പാർട്ടിക്കുള്ളിൽ ഭിന്നത രൂക്ഷമാക്കിയ മറ്റൊരു വിഷയമായി മാറി. പിന്നീട് രാജീവിന്റെ പേര് ഉയർന്നു കേട്ടത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ നരേന്ദ്രമോദിക്ക് മുന്നേ സ്റ്റേജിൽ സ്ഥാനം പിടിച്ചതും അവിടെ കാണിച്ചുകൂട്ടിയ പരാക്രമങ്ങളുടെയും പേരിലായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ സ്വന്തം ഇമേജ് കളഞ്ഞു കുളിച്ച ഒരു സംഭവമായി അത് മാറുകയും ബി.ജെ.പി. പ്രവർത്തകർ പോലും ആ വിഷയത്തിൽ രാജീവിനെ തള്ളിപ്പറയുകയും ചെയ്തു. പിന്നീട് രാജീവ് നടപ്പിലാക്കിയ ഓരോ വിഷയങ്ങളോടും ബി.ജെ.പി. പ്രവർത്തകർ രണ്ടു ചേരിയായി നിന്ന് കുറ്റവും കുറവും പറയുന്നതിലേക്ക് കാര്യങ്ങളെത്തി. എന്നാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകളും മണ്ഡലവും വരെ കണ്ടുവച്ച് തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ അധികാരം പിടിക്കാമെന്ന് മനക്കോട്ട കെട്ടിയിരിക്കുന്ന നേരത്താണ് രാജീവിന് മുകളിൽ ഇടുത്തി പോലെ ഭൂമി കുംഭകോണ കേസിന്റെ കളങ്കം കൂടി വന്നുപെടുന്നത്. കർണാടക ഭൂമി കുംഭകോണത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങി. ഭൂമി ഇടപാടിലൂടെ രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിട്ടത് 1000 കോടി രൂപയുടെ ലാഭമെന്നാണ് വിവരം. വ്യവസായ സംരംഭം തുടങ്ങുന്നതിനായി രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള BPL ഗ്രൂപ്പ് ആവശ്യപ്പെട്ടത് 500 ഏക്കർ ഭൂമിയായിരുന്നു. എന്നാൽ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയൽ ഡെവലപ്മെന്റ് ബോർഡ് തയ്യാറാക്കിയതാകട്ടെ 175 ഏക്കർ ഭൂമി. 500 ഏക്കർ ഭൂമി തരപ്പെടുത്തി മറച്ചുവിറ്റ് 1000 കോടിയോളം രൂപ ലാഭം കൊയ്യാനായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിട്ടതെന്നാണ് വിവരം. ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് BPL ഗ്രൂപ്പിന് KIADB അയച്ച കത്തിന്റെ പകർപ്പ് ചാനലുകൾക്ക് ലഭിച്ചു. ഇതിൽ 175 ഏക്കർ ഭൂമി 6,45,5133 കോടി രൂപയ്ക്കാണ് നൽകുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. 1995 ഏപ്രിൽ 7-ാം തീയതിയാണ് ഈ കത്ത് KIADB BPL ഗ്രൂപ്പിന് അയച്ചത്. എന്നാൽ കർണാടക ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന പരാതിയിൽ കൃത്യമായ മറുപടിയില്ലാതെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തപ്പിത്തടയുകയാണ്. ഇതിനെതിരെ ചോദ്യം ഉന്നയിച്ച മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ആ പരിപാടിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിപ്പോയത്. ഉയർന്നിരിക്കുന്നത് ഗുരുതര ആരോപണമായിരുന്നിട്ടും പതിവ് പോലെ പിന്നിൽ CPIM-ഉം കോൺഗ്രസുമാണെന്ന ഉഴപ്പൻ ന്യായം പറയുകയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ചെയ്യുന്നത്. CPIM-ഉം കോൺഗ്രസും വ്യാജ പ്രചരണം നടത്തുകയാണെന്നും കെട്ടിച്ചമച്ച നുണകളുടെ പഴയ അടവാണിതെന്നുമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ന്യായം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. പിണറായി വിജയൻ സർക്കാരിന്റെയും രാഹുലിന്റെ കോൺഗ്രസിന്റെയും അഴിമതികൾക്കെതിരെ ബി.ജെ.പി. നടത്തുന്ന പ്രചരണം കൊള്ളേണ്ടിടത്ത് കൊണ്ടതായും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. കേരളത്തിലെ അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ സംസ്കാരവും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെയും റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന മതേതരത്വവും ശുദ്ധീകരിക്കാനാണ് കേരളത്തിലേക്ക് വന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മന്ത്രി VN വാസവന്റെ ഇടനിലക്കാരിൽ നിന്ന് ദേവസ്വം ബോർഡുകളെയും ശുദ്ധീകരിക്കേണ്ടതുണ്ടെന്നും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തിരിച്ചറിഞ്ഞുവെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. വികസിത കേരളം എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും അതിൽ മറ്റു ചില ശുദ്ധീകരണങ്ങൾ കൂടി ആവശ്യമായുണ്ട് എന്നും പറഞ്ഞ രാജീവ് ആ ശുദ്ധീകരണം പൂർത്തിയാക്കുമെന്നും കേരളത്തിൽ വികസനവും സമൃദ്ധിയും കൊണ്ടുവരുമെന്നും കൂട്ടിച്ചേർത്തു. തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന പരാതിയെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ എന്നാൽ പ്രതികരിച്ചിട്ടില്ല. ഡൽഹി ഹൈക്കോടതി അഭിഭാഷകനായ KN ജഗദീഷ് കുമാറാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. രാജീവ് ചന്ദ്രശേഖറിന് പുറമെ ഭാര്യ അഞ്ജലി ചന്ദ്രശേഖർ, ഭാര്യ പിതാവ് അജിത് ഗോപാൽ നമ്പ്യാർ എന്നിവർക്കെതിരെയും ആരോപണമുണ്ട്.
അങ്ങനെ കേരളത്തിൽ വീണ്ടും ഒരു വൻമരം കൂടി കടപുഴകാൻ തയ്യാറെടുക്കുകയാണോ എന്നുള്ള ആകാംക്ഷയിലാണ് പൊതുജനം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച